ഇന്ന് ജൂൺ 21 8 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായ കേരള ക്രൈം ഫയൽസ് സീരീസിന് ശേഷം ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിൽ നിന്നും സീരീസിന്റെ റിലീസായിട്ട് പ്രതീക്ഷിക്കുന്നത് ഇനി ഫാർമ സീരീസാണ്. നിവിൻ പോളി നായകനായി എത്തി ഒരുപാട് മാസങ്ങൾക്ക് മുന്നെല്ലാം തന്നെ ഷൂട്ടിംഗ് ബാക്കപ്പായ PR അരുൺ സംവിധാനം ചെയ്ത ഈ സീരീസ് ഇനിയും OTT റിലീസായിട്ടില്ല. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ സീരീസിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ഈ വർഷത്തിലെ അടുത്ത നിവിൻ പോളി സിനിമകളുടെ റിലീസിന് മുന്നേ സീരീസിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമ മഹാറാണി അപ്ഡേറ്റ് ആണ്. സിനിമ ഇന്ന് അങ്ങനെ OTT റിലീസ് ആയിരിക്കുകയാണ്. മനോരമ മാക്സിലൂടെയാണ് സിനിമ റിലീസ് ആയിരിക്കുന്നത്. റോഷൻ മാത്യു, ഷൈൻ ടോം ചാക്കോ, ജോണി ആന്റണി തുടങ്ങിയവർ സിനിമയിൽ അഭിനയിക്കുന്നു. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു മലയാളം സിനിമയാണ് കൊള്ള. സിനിമ നേരത്തെ തന്നെ മനോരമ മാക്സിൽ റിലീസായ സിനിമയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ തെലുഗു ഡബ് വെർഷൻ ETV Win OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിരിക്കുന്നു. ഒരു ഹിന്ദി മിനി TV സീരീസ് റിലീസായിരിക്കുന്നു. ഫസ്റ്റ് കോപ്പി എന്നാണ് സീരീസിന്റെ പേര്. ആമസോൺ MX പ്ലെയർ OTT പ്ലാറ്റ്ഫോമിൽ സീരീസ് ലഭ്യമാണ്. അടുത്തതൊരു വിദേശ സീരീസായ ദി സമ്മർ ഐ ടേൺഡ് പ്രെട്ടി എന്ന സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ ജൂലൈ 16-ാം തീയതി സീരീസ് ആമസോൺ പ്രൈമിൽ റിലീസാകുന്നതാണ്. മാർവലിന്റെ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ വിദേശ സിനിമയാണല്ലോ തണ്ടർ ബോൾട്ട്സ്. ഈ സിനിമയുടെ ഡിജിറ്റൽ റിലീസ് അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു. അതുപ്രകാരം ജൂലൈ 1-ാം തീയതി സിനിമ ഡിജിറ്റലായിട്ട് റിലീസാകും. ജൂലൈ 29-ന് സിനിമയുടെ ബ്ലൂറേ പതിപ്പ് റിലീസാകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. C5ന്റെ അടുത്തൊരു OTT അന്യഭാഷ സീരീസിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. വിരാട പാലം എന്നാണ് സീരീസിന്റെ പേര്. വരുന്നയാഴ്ച ജൂൺ 27-ന് C5ലൂടെ സീരീസ് റിലീസാകുന്നതാണ്. ആസാദി എന്ന മലയാളം സിനിമയും വരുന്നയാഴ്ച അങ്ങനെ OTT റിലീസാകുകയാണ്. ശ്രീനാഥ് ബാസി, ലാൽ, വാണി വിശ്വനാഥ് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമ മനോരമ മാക്സിലൂടെയാണ് ജൂൺ 27-ന് OTT റിലീസാകുക. മറ്റൊരു OTT പ്ലാറ്റ്ഫോമായ സൺനെസ്റ്റിലും സിനിമ റിലീസാകുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം ആസാദി OTT റിലീസിനായിട്ട്.